ഹായ് എവ്രി വൺ, വെൽക്കം ടു അൺസീൻ വേവ്സ്. ഈ കാണുന്നത് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? രാവിലെ തന്നെ നല്ല ഹോം മെയ്ഡ് മസാല ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി നല്ലൊരു ഉഗ്രൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ആൽബിനും അന്നയോടൊപ്പം പുറത്ത് കറങ്ങാനായിട്ട് ഇറങ്ങി. ഇത്തവണത്തെ സമ്മറിന് മഴ വളരെ കുറവായിരുന്നു. പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ പ്ലാനെല്ലാം മനസ്സിലാക്കി കറക്റ്റ് വീക്കെൻഡ് നല്ല അടിപൊളി മഴയായിരുന്നു. അങ്ങനെ ബോണവിസ്റ്റയിലേക്ക് പോകാനുണ്ടായിരുന്ന പ്ലാൻ മാറ്റി ഞങ്ങൾ ബ്യൂറിൻ പെനിൻസുല കാണാനായിട്ട് ഇറങ്ങി. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം, നല്ല പനിയും ചുമയൊക്കെയാണ്. ഇവിടുത്തെ വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷനാണ് സ്മഗ്ലേഴ്സ് കോവ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ടോം ഹോളറ്റ് എന്ന് പറഞ്ഞ ആളുടെ ഡ്രീമിലേക്കാണ്. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയായപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ പാർക്കിംഗ് ലോട്ടിലൊന്നും നല്ല തിരക്കുണ്ടായിരുന്നു. സ്മഗ്ലേഴ്സ് കോവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു അധോലോകമായിട്ടുള്ളൊരു ബന്ധം പോലെ തോന്നണില്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയൊന്നല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടോം ഹോളറ്റിൻ്റെ കാര്യം. ആ പുള്ളിക്കാരൻ്റെ ഒരു ഡ്രീമായിരുന്നു ഈ പെനിൻസുലയിൽ ടൂറിസം കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് ചെയ്യണമെന്ന്. പക്ഷേ ആൾ 2016 ഒരു മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. സോ അയാളുടെ ഓർമ്മയ്ക്കും അയാളുടെ ഡ്രീമിൻ്റെ ഒരു സാക്ഷാത്കാരത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു റെസ്റ്റോറൻ്റാണ് ഈ സ്മഗ്ലേഴ്സ് കോവ്. ഇവിടുത്തെ മൊത്തം തീം തന്നെ മോട്ടോർ സൈക്കിളും ബൈക്കും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കുറേ ഫേമസ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ റൈഡേഴ്സ് ഗ്രൂപ്പിൻ്റെ ഫ്ലാഗുകളൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഔട്ട്ഡോറിൽ നമുക്ക് നല്ലൊരു വിശാലമായ ഒരു സ്റ്റേജ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീം ഷോപ്പ്, ആക്സ് ത്രോയിങ് തുടങ്ങിയ പല എൻ്റർടൈൻമെൻറ്റ്സിൻ്റെയും ഓപ്ഷൻസായിട്ട് അവിടെ ഉണ്ട്. നല്ലൊരു മഴ കഴിഞ്ഞ കാരണം അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആരും പുറത്തൊന്നും ഡൈനിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിരുന്നില്ലേ ഇതെന്താണെന്ന് വെച്ചാൽ മൂസ് എന്ന് പറഞ്ഞ ആനിമലിൻ്റെ കൊമ്പുകളാണ്. അപ്പോൾ ഇവിടുത്തുകാരുടെ ഒരു പ്രത്യേക വിനോദമാണ് മൂസ് ഹണ്ടിങ്. അപ്പോൾ അവർ ഹണ്ട് ചെയ്തിട്ട് ആ മൃഗത്തിൻ്റെ കൊമ്പുകൾ ഇങ്ങനെ സൂക്ഷിച്ച് അവർ വീടുകളിലൊക്കെ പ്രദർശിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനായിട്ട് ഇവിടെ സൗകര്യങ്ങളും തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. അപ്പോൾ നല്ല തണുപ്പുള്ള കാരണം ഞങ്ങൾ വേഗം റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ പുറത്ത് കാണുന്ന പോലെയല്ല, ഉള്ളിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് തന്നെ ടോംസ് റോഡ് ഹൗസ് എന്നാണ്. അങ്ങനെ ഞങ്ങൾ കണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഓരോന്ന് വന്നു തുടങ്ങി. ഇത് ഹണി ഗ്ലേസ് ചിക്കൻ ആയിരുന്നു. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് മസൽസാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കല്ലുമ്മക്കായ. ഇത് നമ്മുടെ നാടിൻ്റെ പേരുള്ള ഇവിടുത്തെ ബിയറാണ്, ഇന്ത്യ ബിയർ. ബട്ട് ഇതൊരു പക്ക ന്യൂ ഫൗണ്ട്ലാൻഡ് ബിയറാണ്. നല്ല രസം.
ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഇറങ്ങി. പക്ഷേ ഫുഡ് അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വരുന്നവർക്ക് ഇവിടെ ടെസ്ല ഡെസ്റ്റിനേഷൻ ചാർജറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വണ്ടിക്ക് ചാർജ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ പോയത് കുക്സ് ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹൈക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അതെ, ഇനി 1 കിലോമീറ്ററും കൂടി ഉള്ളൂന്ന് പറയണേ. പക്ഷെ ഒരു കണക്കിലെന്തോ തെറ്റുണ്ട്. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നണേ. അതെ, ഞാൻ സ്ലോലി നടക്കണ കാര്യം ഇവരെൻ്റെ ബാക്കിൽ പെട്ടുപോയി. പനിയുള്ളപ്പോൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ തണുപ്പത്ത് ഹൈക്കിങ്ങൊക്കെ. അപ്പോൾ നല്ലൊരു സുഖം ആശ്വാസം ഉണ്ടായിരിക്കും. അങ്ങനെ ഡിന്നറിനുള്ള പരിപാടികളൊക്കെ വീട്ടിലെത്തിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കുഴിമന്തിയാണ്. കുക്കറിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എനിക്കൊരു ഹെൽപ്പറേയും കൂടി കിട്ടിയിട്ടുണ്ട് തണ്ണിമത്തൻ അരിഞ്ഞ് തരാനായിട്ട്. ആൽബിനാണ് അപ്പം നിന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കാണുന്നത് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു മയോണൈസാണ്. അപ്പോൾ ഞാൻ ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ടാണ് ഈ മയോണൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്, നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ കുറേ കഥയെല്ലാം പറഞ്ഞ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചർച്ച ചെയ്ത് നല്ല അടിപൊളി ഫുഡും കഴിച്ച് നമ്മൾ ഡിന്നർ കഴിച്ചു. പിന്നെ നാളെ എവിടേക്ക് പോകാമെന്നുള്ളതാണ് കാര്യമായിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മയോണൈസില്ലേ, അത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കുറച്ച് തിരാമിസും കൂടി കഴിച്ചു. പനിക്ക് നല്ല ബെസ്റ്റാണ്.